ഇസ്രായേലിനെതിരെ സൈബർ പോരാളികളെ ഇറക്കി ഇറാൻ. ഇത് സംബന്ധിച്ച വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്നതാണ്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ നീക്കങ്ങൾ വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള ജനാധിപത്യ മൂല്യങ്ങൾക്കും സുരക്ഷയ്ക്കും എതിരെയുള്ള കടുത്ത വെല്ലുവിളിയായി മാറിക്കഴിഞ്ഞു. ഇസ്രായേലിലെ സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഭയപ്പെടുത്തുവാൻ സൈബർ ലോകം ഇന്ന് യുദ്ധക്കളമായി മാറിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന എഞ്ചിനീയർമാരുടെ വിവരങ്ങൾ ചോർത്താൻ ഹാക്കർമാർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച ഇറാന്റെ നടപടി അത്യന്തം അപകടകരമാണ്. ഇത് വെറുമൊരു ചാരപ്പണിയല്ല, മറിച്ച് നിരപരാധികളെ നേരിട്ട് ആക്രമിക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ഇറാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേണം വിലയിരുത്താൻ. ഇസ്രായേലിലെ മുൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഫോണുകൾ ചോർത്തുവാൻ ശ്രമിക്കുന്നത് ഇസ്രായേലിന്റെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുവാനുള്ള ഗൂഢാലോചനയായി വേണം കണക്കാക്കാൻ. ഇറാന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായി പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കേവലം ഉപരോധങ്ങൾ കൊണ്ട് മാത്രം പരിഹരിക്കുവാൻ കഴിയുന്നതല്ല ഈ വിഷയം. ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് ഇത്തരം ഭരണകൂട ഭീകരതയെ ചെറുക്കേണ്ടതുണ്ട്. സമാധാനത്തിന്റെ പാത സ്വീകരിക്കുന്നതിന് പകരം അയൽ രാജ്യങ്ങളെ നശിപ്പിക്കുവാൻ ഇറാൻ നടത്തുന്ന ശ്രമങ്ങൾ ആ രാജ്യത്തെ തന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തും. സ്വയം പ്രതിരോധിക്കുവാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ ലോകം അംഗീകരിക്കുമ്പോഴും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഇറാൻ തങ്ങളുടെ തീവ്രവാദ നിലപാടുകൾ ഉപേക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അക്രമവും ഭീഷണിയും കൊണ്ട് ഒരു പ്രശ്നത്തിനും ശാശ്വത പരിഹാരം കാണാനാവില്ല. ഇറാന്റെ അധികാരികൾ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റുകയും പ്രാദേശിക സമാധാനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും.